അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേജ് നമ്പർ 18 അൻഷിത്തകൾ ആറാമത്തതാണ് പഠിക്കാനുള്ളത് അല്ലേ. അൻഷിത്ത സാദിസ ആറാമത്തെ നമ്മുടെ ആക്ടിവിറ്റിയാണ് പഠിക്കുവാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. നൊയ്ദു ഫിഖറത്തൻ ബസീത്തൻ അൻ ഖിദ്മാത്തി ദുക്തൂർ മുഹീദ്ദീൻ അൽ ആലുവായി ലില്ലുഗത്തിൽ അറബിയ. ശ്രദ്ധിക്കണേ, ഇനി രണ്ട് വർക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. 6, 7 വളരെ പ്രധാനമായതാണ്. ആ നോട്ട് ഞാൻ തരുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് കൃത്യമായിട്ട് എഴുതിയെടുക്കണം. ഹർക്കത്തില്ലാതെ ഞാൻ വായിച്ചു തരുമ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് ഹർക്കത്തുകൾ ഇട്ട് കൊടുത്ത് അത് അതേപോലെങ്കിലും സ്വന്തം എഴുതാൻ കഴിവ് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായ ഒരുപാട് വേർഡ് സമ്പത്തുകൾ, പദസമ്പത്ത് നമുക്ക് വേണം. അപ്പം അങ്ങനെ ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ റെഗുലർ ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചെടുക്കേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ രൂപങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ സെൻറ്റൻസ് മേക്കിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് കഴിയുന്നവരൊക്കെ സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. എനിക്ക് കഴിയില്ല എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ മിനിമം ഇതെങ്കിലും എഴുതിയെടുത്ത് പഠിക്കണം. പരീക്ഷയ്ക്ക് വരുന്ന വളരെ പ്രധാനമായ കാര്യങ്ങളാണ്. നോക്കുക. നൊയ്ദു ഫിഖറത്തൻ, ഒരു ഫിഖറ തയ്യാറാക്കുക. ബസീത്തൻ ഏതാ സബ്ജക്റ്റ്? അൻ ഖിദ്മാത്തി അദ്ദുക്തൂർ മുഹീദ്ദീൻ അൽ ആലുവായി. മുഹീദ്ദീൻ ആലുവായി, ഡോക്ടർ മുഹീദ്ദീൻ ആലുവായിയുടെ സേവനങ്ങളെക്കുറിച്ചൊരു ഫിഖറ തയ്യാറാക്കുക. എന്തിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ? ലില്ലുഗത്തിൽ അറബിയ, അറബി ഭാഷയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങളെക്കുറിച്ച് ഒരു ഫിഖറ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഒരു ഫിഖറ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായി ഒരു ഫിഖറക്ക് ഒരു ഹെഡിങ് വേണം. ഫിഖറക്ക് ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുക. പിന്നെ ചില കാര്യങ്ങളിൽ ഹെഡിങ് അതിൽ തന്നിട്ടുണ്ടാകും, ചിലത് തന്നിട്ട് തരാതിരിക്കാം. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഹെഡിങ്ങും കൂടെ ഉണ്ടാക്കണം. ഇതിൽ തന്നിട്ടുണ്ട്. എന്താണ് ഹെഡിങ്? ഖിദ്മാത്ത് അദ്ദുക്തൂർ മുഹീദ്ദീൻ അൽ ആലുവായി ലില്ലുഗത്തിൽ അറബിയ. അപ്പോൾ ഹെഡിങ് കിട്ടി. എന്താണ്? ഖിദ്മാത്ത് ദുക്തൂർ മുഹീദ്ദീൻ ആലുവായി ലില്ലുഗത്തിൽ അറബിയ, അറബി ഭാഷയ്ക്ക് ഡോക്ടർ മുഹീദ്ദീൻ ആലുവായി നൽകിയ സേവനങ്ങൾ, സംഭാവനകൾ. മനസ്സിലായോ? പിന്നെ അദ്ദേഹം ആരാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനമായ സേവനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, അദ്ദേഹത്തിൻ്റെ മൻസബുകൾ, അദ്ദേഹം ചെയ്ത മേഖലകൾ, ജോലി ചെയ്ത മേഖലകളെക്കുറിച്ചൊക്കെ ഒരു ലഘുവായ രൂപത്തിൽ വിശദീകരിക്കുന്നതിനാണല്ലോ ഫിക്ര എന്ന് പറയാം. ഫിക്ര നമ്മൾ കുറേ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിക്രയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നോക്കാം നമുക്ക്. ഖിദ്മാത്ത് അദ്ദുക്തൂർ മുഹീദ്ദീൻ അൽ ആലുവായി ലില്ലുഗത്തിൽ അറബിയ. നോക്കാം. അദ്ദുക്തൂർ മുഹീദ്ദീൻ ആലുവായി, ഡോക്ടർ മുഹീദ്ദീൻ ആലുവായി ഹുവ അദീബുൻ കബീറുൻ, ഹുവ അദീബുൻ കബീറുൻ വ കാത്തിബുൻ മഷ്ഹൂറുൻ. അദ്ദേഹം പ്രഗത്ഭനായ സാഹിത്യകാരനും അറിയപ്പെട്ട എഴുത്തുകാരനും ആയിരുന്നു. മിൻ അബ്നാഇ കൈരള, കേരളത്തിൻ്റെ മക്കളിൽ നിന്ന്, കേരളക്കാരിൽ നിന്ന്. മനസ്സിലായോ? കാന ഉസ്താദം ഫി ജാമിയൽ അസ്ഹർ ബി മിസ്ര, അദ്ദേഹം ജാമിയൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ഉസ്താദായിരുന്നു. വ അമില കറഈസി തഹരീർ ലി മജല്ലത്തി സൗത്തുൽ ഹിന്ദ് അല്ലത്തി തുസ്ദർ മിൻ സഫാറത്തിൽ ഹിന്ദ് ബി മിസ്ര, മിസ്രിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന, ഇന്ത്യൻ എംബസി പ്രസിദ്ധീകരിക്കുന്ന മാഗസിനിൽ അദ്ദേഹം എന്തായിരുന്നു? ചീഫ് എഡിറ്ററായിരുന്നു. അതൊക്കെ മുമ്പ് അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു തന്നെയാണ്. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ കുറിപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അർത്ഥങ്ങൾ നേരത്തെ പറഞ്ഞാണ്. കത്തബ മക്കാലാത്തൻ അദീദത്തൻ, അദ്ദേഹം ധാരാളം മക്കാലത്ത് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ, ഫിൽ ജറാഇദി, ന്യൂസ് പേപ്പറുകളിലും, മുൽ മജല്ലാത്തിൽ മഷ്ഹൂറ, അറിയപ്പെട്ട മാഗസിനുകളിലും, ഫിൽ ആലം, ലോകത്ത് അറിയപ്പെട്ട. വഖദ് തർജമ കുതുബൻ ഖയ്യിമത്തൻ വ റിവായാത്തിൻ മഷ്ഹൂറത്തിൻ ഇലൽ ലുഗത്തിൽ അറബിയ മിനൽ ലുഗാത്തിൽ അജ്നബിയ
വിഭിന്നമായ ഭാഷകളിൽ നിന്ന് മിനൽ ലുഗാത്തിൽ അജ്നബിയ്യ എന്ന് പറഞ്ഞാൽ വിഭിന്നമായ ഭാഷകളിൽ നിന്ന് അറബി ഭാഷയിലേക്ക് ധാരാളം ലേഖനങ്ങളും അതേപോലെ കുത്തുബൻ കയ്യും പുസ്തകങ്ങളൊക്കെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം കിതാബുകളും അതേപോലെ ധാരാളം ലേഖനങ്ങളുമൊക്കെ അദ്ദേഹം വിഭിന്നമായ ഭാഷകളിൽ നിന്ന് അറബി ഭാഷയിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മിസ്ദുൽ റിവായത്തി തഷ്മീൻ, അതിൽപ്പെട്ടതാണെന്ത്? ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ. മനസ്സിലായോ? മിനല്ലുവത്തിൽ മലയാളമീയ, മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് ചെയ്ത. തവല്ല മനാസിബ ആലിയത്തൻ, ധാരാളം ഉന്നതമായ പദവികൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഫി അദീദി മിൻ അൽ ജാമിയാത്തി, ധാരാളം യൂണിവേഴ്സിറ്റികളിൽ. മിസ്ല, ഉദാഹരണം ജാമിയുൽ അസ്ഹർ ഷരീഫ്, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി, വൽ ജാമിയത്തുൽ ഇസ്ലാമിയത്തി ബിൽ മദീന അൽ മുനവ്വറ, മദീന മുനവ്വറയിലെ അൽ മദീന യൂണിവേഴ്സിറ്റി പോലെയുള്ളതൊക്കെ ഉദാഹരണങ്ങൾ. വഖദ് ഖല്ലഫ, അദ്ദേഹം പിൻഗാമിയാക്കിയിട്ടു, നമുക്കിവിടെ ഉപേക്ഷിച്ച് തന്നു. ഖസാനത്തം മിനൽ കുത്തുബി വൽ മഖാലാത്തി വൽ ബുഹൂസിൽ മുതഅദ്ദിദത്തി ഫിൽ ലുആത്തിൽ മുഖ്തലിഫ, ധാരാളം അദ്ദേഹത്തിൻ്റെ ചർച്ചകളും അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ കുത്തുബ് ഖാനയിൽ, ഗ്രന്ഥശേഖരത്തിൽ നമുക്ക് വേണ്ടി ഇവിടെ ഒഴിവാക്കിയിട്ടു, നമുക്ക് ഇവിടെ നൽകിയിട്ട് സംഭാവനകൾ അർപ്പിച്ചിട്ടാണ് അദ്ദേഹം ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഏത് ഫിക്ര. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ വായിക്കാം ഹർക്കത്തിന് വേണ്ടിയിട്ട്. അദ്ദുക്തൂർ മുഹിയുദ്ദീൻ അൽ ആലുവായി ഹുവ അദീബുൻ കബീറുൻ കാത്തിബുൻ മഷ്ഹൂറുൻ മിൻ അബിനായി കൈരല. കാന ഉസ്താദൻ ഫി ജാമിഉൽ അസ്ഹർ ബിമിസ്ര വ അമില കറഈസി തഹരീരി ലിമജല്ലത്തി സൗത്തുൽ ഹിന്ദി അല്ലത്തി തുസ്ദറു മിൻ സഫാറത്തിൽ ഹിന്ദി ബിമിസ്ര. കതബ മഖാലാത്തിൻ അദീദത്തിൻ ഫിൽ ലുഗത്തി അൽ അറബിയ്യത്തി ഫിൽ ജറായിദി വൽ മജല്ലാത്തിൽ മഷ്ഹൂറത്തി ഫിൽ ആലമി. വഖദ് തർജമ കുതുബൻ ഖയ്യിമത്തൻ വരിവായാത്തിൻ മഷ്ഹൂറത്തിൻ ഇലൽ ലുഗത്തിൽ അറബിയ്യത്തി മിനൽ ലുഗാത്തിൽ അജ്നബിയ്യത്തി മിസ്ല റിവായത്തി ഷമ്മീൻ മിനൽ ലുഗത്തിൽ മലയാളമിയ്യത്തി. വതവല്ല മനാസിബ ആലിയത്തൻ ഫി അദീദി മിനൽ ജാമിയാത്തി മിസ്ല ജാമിഉൽ അസ്ഹർ അഷ്ശരീഫ് വൽ ജാമിയത്തുൽ ഇസ്ലാമിയ്യത്തി ബിൽ മദീനത്തിൽ മുനവ്വറ. വഖദ് ഖല്ലഫ ഖസാനത്തൻ മിനൽ കുതുബി വൽ മഖാലാത്തി വൽ ബുഹൂസി അൽ മുതഅദ്ദിദത്തി ഫിൽ ലുആത്തിൽ മുഖ്തലിഫ. അപ്പോൾ നമ്മൾ ഫിക്ര തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത് നുഇദ്ദു മഖാലത്തൻ വജീസത്തൻ അൻ മുസാഹമത്തി അഹ്ലി കേരള ലി ലുഗത്തിൽ അറബിയത്തി അല ലൗഇൻ നിഖാത്തി താലിയത്തി. നോക്കാം. നുഇദ്ദു മഖാലത്തൻ മീൻസ് എസ്സേ തയ്യാറാക്കുക. വജീസത്തൻ അൻ മുസാഹമത്തി അഹ്ലി കേരള, കേരളക്കാർ നൽകിയ സംഭാവനകൾ സംബന്ധിച്ച് ഒരു എസ്സേ തയ്യാറാക്കുക. ലിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയ്ക്ക് വേണ്ടി കേരളക്കാർ നൽകിയ സംഭാവനകൾ. അല ലൗഇൻ നിഖാത്തി താലിയത്തി, താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ വെച്ചിട്ട്. താഴെ എന്തൊക്കെയാണ് കൊടുത്തത്? അദ് ദർസുൽ മസ്ജിദിയ, നമുക്കറിയാം അറബി ഭാഷയുടെ പഠനത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് പുരോഗതിയിലും നമ്മുടെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന പള്ളി ദർസുകൾ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നിങ്ങളൊക്കെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ നാടുകളിലുള്ള പോലെ പള്ളിയിൽ ദർസ് ഉണ്ടായിരുന്നു. പഴയ കാലം മുതൽക്കും ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ ഉണ്ടായിരുന്നതാണ് പള്ളി ദർസുകൾ. അത് വലിയൊരു സംഭാവനയാണ്. ആ പള്ളി ദർസുകളിലൂടെ ധാരാളം സാഹിത്യകാരന്മാരും എഴുത്തുകാരും കവികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പള്ളി ദർസുകൾ
അറബി ഭാഷയുടെ പുരോഗതിയിൽ വലിയ സംഭാവനയാണ് അർപ്പിച്ചിട്ടുള്ളത്. പിന്നെ പ്രഗത്ഭന്മാരായ വ്യക്തികൾ, ഖാലി മുഹമ്മദ്, നമുക്കറിയാം ഖാലി മുഹമ്മദിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? വലിയ അറബി ഭാഷയിലെ പ്രഗത്ഭനായ സാഹിത്യകാരനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു ഖാലി മുഹമ്മദ്. നമ്മുടെ മുഹീദ്ദീൻ മലക്കെ രചിച്ച ആൾ. അതേപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി. പിന്നെ കൂടാതെ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് പ്രഗത്ഭന്മാരായ വ്യക്തികൾ ഏതൊക്കെയാണ്? ഡോക്ടർ മുഹീദ്ദീൻ അൽ ആലുവായി, പിന്നെ NK അഹമ്മദ് മൗലവി തുടങ്ങിയ പ്രഗത്ഭന്മാരായ ആളുകൾ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു എസ്സേ തയ്യാറാക്കണം. പള്ളി ദർസുകൾ ഒന്നാണ് ഫസ്റ്റ് കൊടുത്തത് അല്ലേ? അതിൽ പള്ളി ദർസുകളുടെ സേവനങ്ങൾ ദൗറുദ്ദർസി അൽ മസ്ജിദി ഫി തൻമിയത്തിൽ ലുഗത്തിൽ അറബിയത്തി വല്ലുലൂമിൽ ഇസ്ലാമിയത്തി ഹഖീഖത്തൻ താരീഖിയത്തൻ. പള്ളി ദർസുകൾ, ദൗർ എന്ന് പറഞ്ഞാൽ റോള്, വലിയ റോളാണ് നടത്തിയത്, റോളുണ്ട്. അറബി ഭാഷയും ദീനീ വിജ്ഞാനങ്ങളിലും പ്രചരിപ്പിക്കുന്നതിൽ പള്ളി ദർസുകൾ വലിയ സേവനം നടത്തിയിട്ടുണ്ട്. യുവാസിസുദ്ദർസു അൽ മസ്ജിദിയു മഅ ദഅവത്തിൽ ഇസ്ലാമിയത്തി ഫി കുല്ലി ബുഖഅത്തി മിൻ കൈരള. കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ദീനി ഇസ്ലാമിക പ്രബോധനത്തിൽ പള്ളി ദർസുകളുടെ സേവനം വളരെ പ്രധാനമായിരുന്നു. കാന അഹ്ലു കുല്യ ഖറിയത്തിൻ യഖൂമൂന ബി മുഅനതി ഹാദിഹി ദുറൂസി. ഈ പള്ളി ദർസുകളുടെയൊക്കെ ചെലവുകളൊക്കെ ആ അഹ്ലുകാർ തന്നെ, ആ നാട്ടുകാർ തന്നെയായിരുന്നു, ആ സമൂഹം തന്നെയായിരുന്നു വഹിച്ചിരുന്നത്. ഒക്കെ തഖറജ മിൻഹ കസീറു മിനൽ ഉലമാഇ വൽ ഉദബാഇ. അങ്ങനെ പള്ളി ദർസുകളിലൂടെ ധാരാളം പണ്ഡിതന്മാരും അതേപോലെ സാഹിത്യകാരന്മാരും വന്നിട്ടുണ്ട്. വമിൻ അഷ്ഹുരിഹ മാ കാന യജ്രി ഫിൽ മസ്ജിദിൽ ജാമിഉൽ കബീർ ബി ഫുന്നാനി അലാ റിആസത്ത് ഷെയ്ഖ് സൈനുദ്ദീൻ സഗീർ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? പൊന്നാണിയിലെ വലിയ ജുമാ മസ്ജിദ് അല്ലേ? പള്ളി ദർസുകളുടെ ഇറ്റില്ലമായിരുന്നു, കേന്ദ്രമായിരുന്നു ഒരു കാലത്തെ പൊന്നാണിയിലെ വലിയ ജുമാ മസ്ജിദ്. അതേപോലെ സംഭാവന നൽകിയ മഹാവ്യക്തികളിൽ ഒരാളാണ് ഖാലി മുഹമ്മദ്. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ഗ്രന്ഥങ്ങളാണ് ഏതൊക്കെ? ഒമിൻ മുസന്നഫാത്തിഹി, പിന്നെ മഖാസിദുൻ നിക്കാഹ്, അൽ ഫത്തുഹുൽ മുബീൻ. അതേപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി, അവരുടെ ഗ്രന്ഥങ്ങൾ ഒമിൻ മുസന്നഫാത്തി എന്നത് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഒരു മക്കാല തയ്യാറാക്കാം. മനസ്സിലായോ? ഒരു മക്കാല തയ്യാറാക്കുമ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം. മനസ്സിലായോ? ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം. പിന്നെ എന്താണ് വിഷയം എന്നതിനെക്കുറിച്ചൊരു വ്യക്തത. മനസ്സിലായോ? വിഷയത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം വേണം. പിന്നെ വേണ്ടത് ഫിഖ്റത്തുൻ ഖിതാമിയ. അപ്പോൾ മുഖദ്ദിമ വേണം. മുഖദ്ദിമത്തുൽ മൗളു എന്ന് പറഞ്ഞാൽ വിഷയത്തിനൊരു എന്തിനെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വേണം. പിന്നെ തൗസിയുൽ മൗളു എന്ന് പറഞ്ഞാൽ വിഷയത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വേണം. പിന്നെ മൂന്നാമത്തത് ഫിഖ്റത്തുൻ ഖിതാമിയ എന്ന് പറഞ്ഞാൽ അതിനൊരു കൺക്ലൂഡ് ചെയ്യാം, അതിനെ അവസാനിപ്പിക്കണമല്ലോ, അതും വേണം. അപ്പോൾ 3 വിഷയങ്ങളാണ് വേണ്ടത്. ഒന്ന് മുഖദ്ദിമത്തുൽ മൗളു, തൗസിയുൽ മൗളു, ഫിഖ്റത്തുൻ ഖിതാമിയ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എങ്ങനെ തുടങ്ങാം? ഇതിങ്ങനെ എഴുതിയെടുക്കണേ. ഇത് ഓരോന്നാണെങ്കിലും നിങ്ങൾക്ക് വളരെ സ്ലോവിൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാക്കുന്നത്. നമുക്ക് ആദ്യം എഴുതാം. യുഹിബ്ബു അഹ്ലു കേരള അൽ ലുഗത്തുൽ അറബിയ്യ. ഇതിങ്ങനെ തന്നെ പാരഗ്രാഫാക്കി നിങ്ങൾ എഴുതണം കേട്ടോ. ഓരോ സെൻറ്റൻസുകൾ കാണിക്കുന്നുള്ളവർക്ക് സെൻറ്റൻസ് ആക്കി പോകരുത്. നിങ്ങൾ പാരഗ്രാഫാക്കിയിട്ട് എഴുതണം. യുഹിബ്ബു ഫസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. യുഹിബ്ബു അഹ്ലു കേരള അൽ ലുഗത്തുൽ അറബിയ്യ. നിങ്ങൾക്കറിയാലോ അർത്ഥം. കേരളക്കാർ, അഹ്ലു കേരള എന്ന് പറഞ്ഞാൽ കേരളക്കാർ അറബി ഭാഷയെ ഇഷ്ടപ്പെടുന്നു. വകാനത്തിൽ അലാഖാത്തു ബൈന കൈരള വ ബിലാദിൽ അറബി വസീഖത്തൻ മിൻ മജാലി തിജാറത്തി വ സ്വനാഅത്തി വ ഗൈരിഹ. അറബി ഭാഷയെ കേരളക്കാർ സ്നേഹിക്കുന്നതിൽ അറബികളുമായി, അറേബ്യൻ രാഷ്ട്രങ്ങളുമായി കച്ചവടത്തിലും അല്ലാതെയുമായി പഴയ കാലം മുതൽക്കേ വലിയ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസ് ചെയ്താം. വക്കാനത്തിൽ അലാഖാത്തു ബൈന കേരള വ ബിലാദിൽ അറബി. അറേബ്യൻ രാഷ്ട്രങ്ങളും കേരളത്തിൻ്റെയും ഇടയിൽ വലിയ ബന്ധമായിരുന്നു. വസീഖത്തൻ മിൻ മജാലി തിജാറത്തി വ സ്വനാഅത്തി വ ഗൈരിഹ. വാണിജ്യപരമായും അല്ലാതെയും. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ്, സാഹമ അഹ്ലു കൈരല ലിഹാദിഹിൽ ലുഗത്തി മുസാഹമത്തൻ കസീറ. അതുകൊണ്ട് തന്നെ ഈ ഭാഷയ്ക്ക് വേണ്ടി, ഈ അറേബ്യൻ രാഷ്ട്രങ്ങളിലെ അറബി ഭാഷയ്ക്ക് വേണ്ടി കേരളക്കാർ സാഹമ, നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞു, സാഹമ സംഭാവനയർപ്പിച്ചു. അഹ്ലു കേരള കേരളക്കാർ
ലിഹാദിഹിൽ ലുഗത്തി ഈ ഭാഷയ്ക്ക് വേണ്ടി മുസാഹമത്തൻ കസീറത്തൻ ധാരാളം സംഭാവനകൾ അർപ്പിച്ചു. മിൻഹ അതിൽപ്പെട്ടതാണ്, ഇതൊക്കെ മുഖദ്ദിമയാണ്, ഇതൊക്കെ മുഖദ്ദിമയിലെ പാരഗ്രാഫാണ്. മിൻഹ അദ്ദുറൂസുൽ മസ്ജിദിയു വൽ മദാരിസു ദീനിയത്തു വൽ മദാരിസുൽ മദനിയത്തു വൽ കുല്ലിയത്ത്, പള്ളി ദർസുകൾ, അതേപോലെ ദീനിയായ മദ്രസകൾ, അതേപോലെ ഭൗതിക സ്കൂളുകൾ, കോളേജുകൾ. മനസ്സിലായല്ലോ. വൽ ഉദബാഉ വൽ ഉലമാഉ വൽ ഉമറാഉ വഗൈരിഹിം, കൂടാതെ വലിയ സാഹിത്യകാരന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്, വലിയ വലിയ ഉമറാക്കൾ കാരണവന്മാരുണ്ടായിട്ടുണ്ട്. വഗൈരിഹിം അതല്ലാതെയൊക്കെ പലരെയും ഈ അറബി ഭാഷയ്ക്ക് വേണ്ടിയിട്ട് പലതും സമർപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതോടുകൂടി നമ്മളെ മുഖദ്ദിമ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ളൊരു വിശദീകരണം. ഒന്നാമത്തത് പള്ളി ദർസിൻ്റെ അവിടെ നമുക്ക് തുടങ്ങാം. ദൗറു ദർസുൽ മസ്ജിദി ഫി തൻമിയത്തിൽ ലുഗത്തിൽ അറബിയത്തി വൽ ഉലൂമിൽ ഇസ്ലാമിയത്തി ഹഖീഖത്തൻ താരീഖിയത്തൻ ബിഖുദൂമിൽ ഇസ്ലാമി ഇലാ ബലദിന ഉസ്സിസത് അദ്ദുറൂസൽ മസാജിദ വതഖറജ മിൻഹാ കസീറും മിനൽ ഉലമാഇ വൽ ഉദബാഇ. പള്ളി ദർസുകൾ വലിയ സേവനങ്ങളാണ് ഈ മേഖലയിൽ അർപ്പിച്ചിട്ടുള്ളത്. ഫി തൻമിയത്തിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയെ വളർത്തുന്ന, തൻമിയത്ത് എന്ന് പറഞ്ഞാൽ വളർത്താം. വൽ ഉലൂമിൽ ഇസ്ലാമിയത്തി ഇസ്ലാമിക ജ്ഞാനങ്ങളും, ഹഖീഖത്തൻ താരീഖിയത്തൻ ബി ഖുദൂമിൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ, ഇസ്ലാം ഇലാ ബിലദിന നമ്മുടെ നാട്ടിലേക്ക് വന്ന കാലം മുതൽ തന്നെ, ഉസ്സിസത്ത് സ്ഥാപിക്കപ്പെട്ടു, അദ്ദുറൂസ മസാജിദ പള്ളി ദർസുകൾ, വ തഖറജ മിന്നാ കസീറു മിനൽ ഉലമാഇ വൽ ഉദബാ, ഉലമാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരും, ഉദബാ എന്ന് പറഞ്ഞാൽ വലിയ വലിയ സാഹിത്യകാരന്മാരും. അതിൻ്റെ തുടർച്ചയാണ്, രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ തുടർച്ചയാണ്. കാന അഹ്ലു കുല്ലി ഖറിയത്തിൻ യഖൂമൂന ബി മുഅനതി ഹാദിഹി ദുറൂസ്. അവിടെ നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞു, പള്ളി ദർസുകൾ അതിൻ്റെ ചെലവുകളൊക്കെ വഹിച്ചിരുന്നത് ആ നാട്ടിലുള്ള ആ ഗ്രാമവാസികളായിരുന്നു. അഹ്ലു കുല്ലി ഖറിയത്തിൻ ഓരോ ഗ്രാമത്തിലെയും ആളുകളായിരുന്നു ബി മുഅനത്ത് എന്ന് പറഞ്ഞാൽ ചിലവ്, ഹാദിഹി ദുറൂസ് ഈ പള്ളി ദർസുകളുടെ ചിലവുകളൊക്കെ വഹിച്ചിരുന്നത്. അസ്സസു അങ്ങനെ അവർ സ്ഥാപിച്ചു, അൽ മദാരിസ് ദീനിയ ദീനി സ്ഥാപനങ്ങൾ, വൽ മദനിയ ഭൗതിക സ്ഥാപനങ്ങൾ, അൽ കുല്ലിയാത്ത് കോളേജുകൾ, ഖുസൂസൻ പ്രത്യേകിച്ച് അൽ കുല്ലിയാത്തിൽ അറബിയ അറബി കോളേജുകളൊക്കെ അങ്ങനെ ആ ഗ്രാമവാസികൾ സ്ഥാപിച്ചു. അതുകൊണ്ട് ലാ നസ്തത്തിയോ ഇവിടെ എഴുതുമ്പോൾ പിന്നെ ഹർക്കത്ത് പഴച്ചു പോകരുത്. ലാ നസ്തത്തിയോ ആ നമ്മുടെ വിശദീകരണ ഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ തുടർച്ച തന്നെയാണ്. ഇതൊക്കെ പാരഗ്രാഫാക്കിയാണ് എഴുതേണ്ടത്. ലാ നസ്തത്തിയോ അൻ നൻസ ഖിദ്മാത്തിൽ ഉദബാഇ വൽ കുത്താബി വൽ ഖുതബാഇ വശുഅറാഇ ലിഹാദിഹിൽ ലുഗത്തി മിസ്ല ഖാദി മുഹമ്മദ് അൽ മുഅല്ലിഫു ഫത്ഹുൽ മുബീൻ വ മഖാസിദുൻ നിക്കാഹ് വശൈഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂം മുഅല്ലിഫ് തുഹ്ഫത്തുൽ മുജാഹിദീൻ വദ്ദുക്തൂർ മുഹീദ്ദീൻ അൽ ആലുവായി മുതർജിം റിവായത്ത് ചെമ്മീൻ വയൻകെ അഹ്മദ് മൗലവി വ അബ്ദുൽ ഖാദിർ വക്കമി വ സിയച്ച് മുഹമ്മദ് കോയ വഗൈരിഹിം. പറയാണ്, ലാ നസ്തതിയോ നമുക്ക് കഴിയില്ല, അൻ നൻസ മറക്കാൻ, ഖിദ്മാത്തിൽ ഉദബാഇ സാഹിത്യകാരന്മാരുടെ സേവനങ്ങൾ, വൽ കുത്താബി എഴുത്തുകാരുടെയും, വൽ ഖുതബായി പ്രഭാഷകരുടെയും, വശുഅറായി കവികളുടെയും. ധാരാളം അറബി ഭാഷയിലെ എഴുത്തുകാർ, കവികൾ, പ്രഭാഷകർ, സാഹിത്യകാരന്മാരൊക്കെ നമ്മുടെ ഈ നാട്ടിൽ ഉണ്ടായിട്ട് ജന്മമെടുത്തിട്ടുണ്ട്. ലിഹാദിഹിൽ ലുഗത്തി ഈ ഭാഷയ്ക്ക് വേണ്ടിയിട്ട്. ഉദാഹരണമാരൊക്കെ മിസ്ല എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, അൽ ഖാദി മുഹമ്മദ് ഖാദി മുഹമ്മദിനെ പോലെ. ആരാണ് ഖാദി മുഹമ്മദ്? അൽ മുഅല്ലിഫ് മുഅല്ലിഫ് എന്ന് പറഞ്ഞാൽ രചയിതാവ്. ഏതിൻ്റെ രചയിതാവ്? ഫത്ഹുൽ മുഈൻ വ മഖാസിദുൻ നിക്കാഹ്. ഇതൊക്കെ ഇതിൽ വേറൊന്നും കൂടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെറിയ വൺ വേർഡ് പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വരാം. എങ്ങനെ? ഫത്ഹുൽ മുബീൻ്റെ രചയിതാവ് ആരെന്ന് ചോദിക്കാം, മഖാസിദുൻ നിക്കാഹിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചേരുംപടിയിൽ വരാം മഖാസിദുൻ നിക്കാഹ്, അപ്പുറത്ത് ഖാദി മുഹമ്മദ് എന്നുണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെയോ വശൈഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂം, സൈനുദ്ദീൻ മഖ്ദൂം മുഅല്ലിഫ് രചയിതാവ് തുഹ്ഫത്തുൽ മുജാഹിദീൻ, വദ്ദുക്തൂർ ഡോക്ടർ മുഹീദ്ദീൻ അൽ ആലുവായി മുതർജിമ റിവായത്ത് ചെമ്മീൻ, വയൻകെ അഹ്മദ് മൗലവി
അതേപോലെ അബ്ദുൽ ഖാദിർ വക്കീമി, വസീയത്ത് മുഹമ്മദ് കോയ വഗൈരിഹിം, ഇവരൊക്കെ കേരളം സംഭാവന ചെയ്ത വലിയ സാഹിത്യകാരന്മാരാണ്. ഇവരൊക്കെ അറബി ഭാഷയ്ക്ക് വലിയ സേവനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇനി ലാസ്റ്റ് കൺക്ലൂഷൻ. വബിൽ ജുംലത്തി, മൊത്തത്തിൽ നസ്തതിയു അൻ നദുറുസ ഹാദിഹിൽ ലുഗതി മിൻ മുസ്തവ ഇബ്തിദാഇയ്യത്തി ഇലാ മുസ്തവ ദുക്തുറാ ഫിൽ ജാമിയാത്തി ഹുന മദാരിസുൻ വകുല്ലിയാത്തുൻ വജാമിയാത്തുൻ അദീദത്തുൻ ലിദിറാസത്തി ലുഗതിന അൽ അറബിയ്യ വമിൻ വാജിബാത്തിന ലിമുഹാഫളത്തി ഹാദിഹിൽ ലുഗതി വബദ്ലുൽ ജുഹൂദി ഫി നശ്രിഹ വതതവ്വുരിഹ. എന്താ പറഞ്ഞത്? മൊത്തത്തിൽ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ കേരളക്കാരുടെ സേവനം കൊണ്ട് നമ്മുടെ കേരളത്തിൽ ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള മുസ്തവ അൽ ഇബ്തിദായ പ്രൈമറി തലം മുതൽ പഠിക്കുവാനുള്ള അറബി ഭാഷ പഠിക്കുവാനുള്ള സൗകര്യം മുതൽ ഇലാ മുസ്തവ ദുക്തുറ ഡോക്ടറേറ്റ് വരെ വാങ്ങാനുള്ള യൂണിവേഴ്സിറ്റികളും സംവിധാനങ്ങളും നമ്മുടെ കേരളത്തിൽ ഒരുങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ധാരാളം മദ്രസകളും യൂണിവേഴ്സിറ്റികളും കോളേജുകളൊക്കെ ഈ ഭാഷയ്ക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മിൻ വാജിബാത്തിന, നമ്മുടെ നിർബന്ധത്തിൽപ്പെട്ടതാണ് എന്ത്? മുഹാഫളത്തു ഹാദിഹിൽ ലുഗത്തി, ഈ ഭാഷയെ സംരക്ഷിക്കുക എന്നുള്ളത്. മാത്രമല്ല ഇതിനെ പരത്തുന്നതിൽ, ഈ ഭാഷയെ പരത്തുക എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ നമ്മുടെ കഴിവുകളെ വിനിയോഗിക്കണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ മക്കാല ചുരുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എഴുതിയെടുക്കണം. 2 വർക്കാണ്. ഈ 2 വർക്കും വളരെ പ്രധാനമായതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.